ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനെ പറ്റിയാണ്. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താണ്? ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ ഫീഡ്ബാക്ക്? വെൻ എ പാർട്ട് ഓർ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഈസ് കമ്പൈൻഡ് ടു ദി ഇൻപുട്ട്, ഫീഡ്ബാക്ക് ഈസ് സെറ്റ് ടു എക്സിസ്റ്റ്. അല്ലേ? അതായത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ ഇൻപുട്ടുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ടുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഔട്ട്പുട്ടിൻ്റെ കുറച്ച് ഭാഗം ഇൻപുട്ടിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു അവിടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫീഡ്ബാക്ക്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പൈനിങ് എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് എനർജി ബാക്ക് ടു ദി ഇൻപുട്ട്. അല്ല, അതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ്. That is, the process of combining a fraction of output energy back to the input is called feedback. Okay, എന്ത് സംഭവിക്കുന്നു? When the feedback voltage or current is applied so as to increase the input signal, we call it as positive feedback or direct feedback അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അതായത് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇൻപുട്ടിലോട്ട് എടുത്ത് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. അങ്ങനെ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഫീഡ്ബാക്കിലോട്ട് കൊടുക്കുന്നത് കാരണമായിട്ട് ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്, അതായത് വോൾട്ടേജോ കറണ്ടോ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ മറ്റേ കാറ്റഗറി ഉണ്ടാവുമല്ലോ. എന്താണ്? ഔട്ട്പുട്ട് കാരണം ഇൻപുട്ട് കുറയുന്ന ഒരു സെക്ഷനും കാണുമല്ലോ. അതായത് when the feedback voltage or current is applied so as to weaken the input signal, then it is called നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓർ ഇൻവേഴ്സ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അതായത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ട് സിഗ്നലുമായിട്ട് ക്ലബ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നത് കാരണമായിട്ട് ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയുകയോ എന്ന് വന്നാൽ, ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ വോൾട്ടേജോ കറണ്ടോ കുറയുന്നു, അതിൻ്റെ എഫക്റ്റ് കുറയുന്നു എന്ന് കണ്ടാൽ അതിനെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നും വിളിക്കുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് reduces the amplifier gain, but it has numerous advantages such as gain stability, reduction in nonlinear distortion, reduction in noise, reduction in increase in bandwidth, improvement of frequency response. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ യൂഷ്വലി എംപ്ലോയ് ചെയ്യുന്നത്. അത് കാരണമായിട്ട് നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യമേ നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ട് സിഗ്നലുമായിട്ട് ക്ലബ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. ആ ചെയ്യുന്നത് കാരണമായിട്ട് ഇൻപുട്ട് സിഗ്നലിന് വരുന്ന വ്യത്യാസം അനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് സിഗ്നലിലെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ട് സിഗ്നലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കാരണമായിട്ട് ഇൻപുട്ട് സിഗ്നൽ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഇൻപുട്ട് സിഗ്നലിലെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. പിന്നെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ പോർഷൻ എടുത്ത് ഇൻപുട്ട് സിഗ്നലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കാരണമായിട്ട് ഇൻപുട്ട് സിഗ്നലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കൻ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പം രണ്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്സ്. ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു, രണ്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് നോർമൽ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്കിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ. അതായത് നമുക്കൊരു സിഗ്നൽ സോഴ്സ് ഉണ്ടാവും. സിഗ്നൽ സോഴ്സ് നമ്മൾ എന്തോട്ട് കൊടുക്കും? നോർമലി നമ്മൾ എന്താണ് സോഴ്സിൽ നിന്ന് വരുന്ന ആംപ്ലിഫയറിൽ കൊടുക്കുന്നു, ആംപ്ലിഫയറിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫീഡ്ബാക്കിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യണം? ഫീഡ്ബാക്കും കൂടെ വരുവാണെങ്കിൽ ആ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണിച്ചേക്കുന്ന പോലെ സിഗ്നൽ സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിൽ നിന്ന് വരുന്ന നമ്മൾ ആദ്യം ഒരു കമ്പാരേറ്ററിലോ അല്ലെങ്കിൽ മിക്സ്ചർ സർക്യൂട്ടിലോട്ട്, കമ്പാരേറ്റർ ഓർ മിക്സർ സർക്യൂട്ടിലോട്ട് വരുന്നു. അവിടെ നിന്നാണ് നമുക്ക് എങ്ങോട്ട് പോകുന്നത്? ആംപ്ലിഫയറിലോട്ട് പോകുന്നത്. ആംപ്ലിഫയറിൽ നിന്ന് അത് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടിലോട്ട് പോകുന്ന വഴി നമുക്ക് ഒരു സാമ്പിളിംഗ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി നമ്മുടെ കമ്പാരേറ്റർ ഓർ മിക്സർ നെറ്റ്വർക്കിലോട്ട് കൊടുക്കും. ഈ മിക്സർ നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ കമ്പാരേറ്ററാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വരുന്ന ഫീഡ്ബാക്കിനെ എന്തെങ്കിലും ക്രൈറ്റീരിയം വെച്ച് കമ്പയർ ചെയ്തിട്ട് മിക്സ് ചെയ്യാനായിരിക്കും അല്ലേ? അത് നമ്മുടെ കൊടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്കിനെ ഇൻപുട്ടുമായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും റീ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലോട്ട് കൊടുക്കുകയാണ്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രം ഓഫ് ആൻ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ആ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഒരു
സിഗ്നൽ സോഴ്സ് ഉണ്ട്. സിഗ്നൽ സോഴ്സ് നമുക്കറിയാം, നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന് കൊടുക്കുന്ന സോഴ്സ് ജനറേറ്റർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ സിഗ്നൽ സോഴ്സ് എന്ന് പറയുന്നത്. ദിസ് ബ്ലോക്ക് ഈസ് ഐദർ എ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ഓർ എ കറണ്ട് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റർ. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആവാം, അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ആവാം. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ, അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ ആയിരിക്കും സിഗ്നൽ ജനറേറ്റർ അല്ലെങ്കിൽ സിഗ്നൽ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള എന്താണ്? ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് എ പാസീവ് two-port network and may be formed with resistors, inductors or capacitors in order to return a function of the output energy back to the input signal. അല്ലേ, അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സാമ്പിളിംഗ് നെറ്റ്വർക്ക്. സാമ്പിളിംഗ് നെറ്റ്വർക്ക് എന്തോ അവിടെ ചെയ്യുന്നത്? സാമ്പിളിംഗ് നെറ്റ്വർക്ക്സ് ആർ മെയിൻലി ടു ടൈപ്സ്: വോൾട്ടേജ് സാമ്പിളിംഗ് നെറ്റ്വർക്ക് ആൻഡ് കറണ്ട് സാമ്പിളിംഗ് നെറ്റ്വർക്ക്. എന്താണ് ഇതിൻ്റെ പരിപാടി? സാമ്പിളിംഗ് നെറ്റ്വർക്ക് എന്ത് ചെയ്യും? രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സാമ്പിളിംഗ് ഉണ്ട്, കറണ്ട് സാമ്പിളിംഗ് ഉണ്ട്. എന്താ ഇത് ചെയ്യുന്നത്? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സാമ്പിൾഡ് ബൈ കണക്ടിംഗ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഐദർ ഷണ്ട് അക്രോസ് ദി ഔട്ട്പുട്ട് ഓർ ഇൻ സീരീസ് വിത്ത് ദി ഔട്ട്പുട്ട്. അല്ലേ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫീഡ്ബാക്കിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിനെ പല സെക്ഷനാക്കി മാറ്റിയിരുന്ന പ്രോസസ്സിനാണ് നമ്മൾ സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഡിജിറ്റലിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പിൾ ചെയ്ത് വരുന്ന സിഗ്നലിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നമുക്ക് ഫീഡ്ബാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കാണ് സാമ്പിളിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദി ഔട്ട്പുട്ട്. നമ്മൾ അതിന് വോൾട്ടേജ് സാമ്പിളിംഗ് ഉണ്ട്, കറണ്ട് സാമ്പിളിംഗ് ഉണ്ട്. അല്ലേ, വോൾട്ടേജ് സാമ്പിളിംഗ് ഉണ്ട്, കറണ്ട് സാമ്പിളിംഗ്. വോൾട്ടേജ് സാമ്പിളിങ്ങിൻ്റെ വേറൊരു പേരാണ് എന്ത്? നോഡ് സാമ്പിളിംഗ് എന്നും. കറണ്ട് സാമ്പിളിങ്ങിൻ്റെ വേറൊരു പേര് ലൂപ്പ് സാമ്പിളിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, വോൾട്ടേജ് സാമ്പിളിംഗ് എന്താണ് പറഞ്ഞു, കറണ്ട് സാമ്പിളിംഗ് എന്താണ് പറഞ്ഞു. ഈ കാണിച്ചേക്കുന്ന ജസ്റ്റ് ഒരു വോൾട്ടേജ് സാമ്പിളിങ്ങിൻ്റെയും കറണ്ട് സാമ്പിളിങ്ങിൻ്റെയും ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ. എന്താണ്? വോൾട്ടേജ് സാമ്പിളിംഗ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഔട്ട്പുട്ട് എടുക്കുന്നു, കറണ്ട് സാമ്പിളിംഗ് എങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഔട്ട്പുട്ട്. വോൾട്ടേജ് സാമ്പിളിംഗ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അല്ല, അപ്പോൾ വോൾട്ടേജ് എടുക്കണമെങ്കിൽ രണ്ട് ടെർമിനൽസ് അക്രോസ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അല്ലേ, അപ്പോൾ രണ്ട് ടെർമിനൽസ്, അതായത് നമ്മുടെ ഔട്ട്പുട്ടിന് പാരലായിട്ട്, അത് ലോഡ് റെസിസ്റ്റൻസിന് പാരലായിട്ട് വെച്ചായിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഔട്ട്പുട്ടിൻ്റെ പോർഷൻ എടുക്കുന്നത്. കറണ്ട് സാമ്പിളിംഗ് ആണെങ്കിലോ, കറണ്ട് ആണെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് സീരീസ് അറേഞ്ച്മെൻറ്റിൽ വരും ഔട്ട്പുട്ടിന്. ഇതാണ് വോൾട്ടേജ് സാമ്പിളിങ്ങിൻ്റെയും കറണ്ട് സാമ്പിളിങ്ങിൻ്റെയും ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് സോഴ്സ് പറഞ്ഞു, വോൾട്ടേജ് സാമ്പിളർ അല്ലെങ്കിൽ കറണ്ട് സാമ്പിളർ പറഞ്ഞു, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഏത് ടൈപ്പാണെന്നും പറഞ്ഞു. അല്ലേ, ഇനി അതിൻ്റെ അകത്ത് പറയാനുള്ളത് എന്താണ്? കമ്പാരേറ്റർ നെറ്റ്വർക്ക്. കമ്പാരേറ്റർ ആൻഡ് മിക്സർ. കമ്പാരേറ്റർ ആൻഡ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സർ നമുക്കറിയാം, പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ കമ്പാരേറ്റർ ഈസ് ഓഫ് ടു ടൈപ്സ്, നെയിംലി സീരീസ് മിക്സ്ചർ ആൻഡ് ഷണ്ട് മിക്സർ. ആൻഡ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിച്ച് ഹാസ് ടു ഇൻപുട്സ് ആൻഡ് വൺ ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിഗ്നൽസ് അറ്റ് ദി ഇൻപുട്ട് ഈസ് യൂഷ്വലി യൂസ്ഡ് ആസ് എ മിക്സർ ഓർ കമ്പാരേറ്റർ. അല്ലേ, അപ്പം കമ്പാരേറ്റർ അല്ലെങ്കിൽ മിക്സർ ഈ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? നമ്മുടെ ഇൻപുട്ട് സിഗ്നൽസ്, നമ്മുടെ ഇൻപുട്ടിൽ വരുന്ന രണ്ട് സിഗ്നൽസിനെ കമ്പയർ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ചുള്ള സിഗ്നൽ ഔട്ട്പുട്ടിൽ തരുന്ന ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ മിക്സർ ഓർ കമ്പാരേറ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് സിഗ്നൽസ് വരുന്ന ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സിഗ്നൽ സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നലും മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്ത് വരിക്കുന്ന സിഗ്നലും കൂടെ നമ്മുടെ ഈ കമ്പാരേറ്ററിൽ വരുന്നു. കമ്പാരേറ്റർ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ ഡിസൈൻ ചെയ്ത് ഏതാണോ ആ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നത്. ഈ ആംപ്ലിഫൈ ചെയ്യുന്ന വരുന്ന ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് ലോഡിന് അക്രോസ് വരുന്നു. ആ പോകുന്നിടത്തും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ വോൾട്ടേജ് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ കറണ്ട് ഫീഡ്ബാക്ക് വെച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷനെ നമ്മൾ ഇൻപുട്ടിലോട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു. അത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്ന സിഗ്നൽ കാരണം നമ്മുടെ ഇൻപുട്ട് സ്ട്രെങ്തൻ ആവുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വീക്കൻ ചെയ്യുവാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നു. ബേസിക് ഒരു ഫീഡ്ബാക്ക് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്തൊരു സോഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു കമ്പാരേറ്റർ ഉണ്ടാവും, ആംപ്ലിഫയർ ഉണ്ടാവും, പിന്നെ സാമ്പിളർ ഉണ്ടാവും, പിന്നെ ഔട്ട്പുട്ട് ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ സാമ്പിളർ വഴിയാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് നമ്മൾ കമ്പാരേറ്ററിലോട്ട് കൊടുക്കുന്നത്. ഈ കമ്പാരേറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെയും ഈ ഫീഡ്ബാക്ക് സിഗ്നലിനെയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നത്.
ഓക്കെ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഫീഡ്ബാക്കിൻ്റെ അകത്ത് തന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, വോൾട്ടേജ് ഫീഡ്ബാക്ക് ഉണ്ട്, കറണ്ട് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ തന്നെ വോൾട്ടേജ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട്, കറണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ സംഭവങ്ങൾ, എന്താണ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്? ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് കണക്ഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള ഫീഡ്ബാക്ക് കണക്ഷൻസ് ഉണ്ട്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, അതായത് നമ്മുടെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ നോക്കിയേ. ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സോഴ്സ് ഉണ്ടാവും, നമ്മുടെ ആംപ്ലിഫയർ ഉണ്ടാവും, നമ്മുടെ ഔട്ട്പുട്ട് ലോഡ് ഉണ്ടാവും. ആ ഔട്ട്പുട്ടിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് നമ്മൾ ലൂപ്പ് ചെയ്തായിരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ആ ഫീഡ്ബാക്ക് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കിയേ, നമ്മുടെ ആംപ്ലിഫയറിന് സീരീസ് ആയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. നെക്സ്റ്റോ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. ഇവിടെ അപ്പോൾ എന്താണ്, ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നു, അത് നമ്മുടെ ഇൻപുട്ടിന് അക്രോസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ രണ്ടും പാരലാണ്. നമ്മൾ പേരും നോക്കിയാൽ മതി, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. ആ പേരിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് വോൾട്ടേജ് എന്ന് കാണുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഉദ്ദേശിക്കുന്നത്, വോൾട്ടേജ് റെഫേഴ്സ് ടു കണക്ടിങ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് ഇൻപുട്ട് ടു ദി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അപ്പോൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കോ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ലോഡിന് പാരലായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലേ. രണ്ട് ടെർമിനൽസ് അക്രോസ് ആണ് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിലും വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിലും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, വോൾട്ടേജ് എന്ന് വന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കാം ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് ആണ് എടുക്കുന്നത്. പിന്നെ സീരീസ് ഓർ ഷണ്ട്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് റെഫേഴ്സ് ടു കണക്ടിങ് ദി ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻ സീരീസ് വിത്ത് ദി ഇൻപുട്ട് സിഗ്നൽ, ആൻഡ് ഷണ്ട് റെഫേഴ്സ് ടു കണക്ടിങ് ദി ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻ പാരലൽ വിത്ത് ദി ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ. അപ്പോൾ ഈ പേരിൽ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തെടുക്കുന്ന വോൾട്ടേജ് ആണ്. അതുകൊണ്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എന്ത്, സീരീസ് ആണോ ഷണ്ടോ എന്നോ പറയുന്നത്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്ത് വോൾട്ടേജ് എടുത്ത് ഇൻപുട്ടിന് സീരീസ് ആയി, ഇൻപുട്ട് സിഗ്നലിന് സീരീസ് ആയിട്ട് കൊടുക്കുന്നു. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് എടുത്ത് ഇൻപുട്ട് സിഗ്നലിന് ഷണ്ട് അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അതാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്. അപ്പോൾ എന്തായിരിക്കും കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്. അപ്പോൾ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന എന്താണ്, നമ്മൾ കറണ്ടാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അവിടുന്ന് സീരീസ് ആയിട്ട് എടുത്തു, ഇൻപുട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇൻപുട്ടിലും സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യുന്നു അല്ലേ. ദാറ്റ് ഈസ് ഔട്ട്പുട്ടിൽ നിന്ന് സീരീസ് എടുത്ത് ഇൻപുട്ടിന് സീരീസ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കണക്ട് ചെയ്യും, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നു. അതാണ് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ഇൻപുട്ടിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു, ഇൻപുട്ടിൽ ഷണ്ടായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലേ. അപ്പം വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. ഇതാണ് 4 കാറ്റഗറീസ് ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം 4 കാറ്റഗറീസ് മനസ്സിലായി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ളതാണ്, കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മൾ IS എന്ന് പറയുന്നു, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ VS എന്ന് പറയുന്നു, ലോഡ് കറണ്ട് IL, ലോഡ് വോൾട്ടേജ് VL എന്ന് പറയുന്നു. മറ്റ് 2 കാര്യങ്ങൾ, അതായത് നമ്മൾ ആംപ്ലിഫയറിൻ്റെയും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെയും അകത്ത് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ, ആംപ്ലിഫയറിൻ്റെ അകത്ത് നമ്മൾ ഗെയിൻ കാണിച്ചിട്ടുണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അനുസരിക്കും നമ്മൾ പറയുന്നത്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും വോൾട്ടേജ് ആണ്. അപ്പം നമ്മുടെ ആംപ്ലിഫയർ നെറ്റ്വർക്കിൻ്റെ ഗെയിൻ നമ്മൾ AEC = V out/V എന്ന് പറയുന്നു. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടുമാണ്. അപ്പോൾ ഗെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്, V out/I in എന്ന് പറയുന്നു. നെക്സ്റ്റ് അതേപോലെ തന്നെ കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താ, ഔട്ട്പുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജും ആണ്. അപ്പോൾ അതിൻ്റെ ഗെയിൻ എന്തായിരിക്കും, I out/V in ആണ്. അതേപോലെ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും കറണ്ട് ആയിരിക്കും. അപ്പോൾ therefore നമ്മൾ എന്തോ പറയുന്നു,
ഗെയിൻ എന്ന് പറഞ്ഞാൽ ഐ ഔട്ട് ബൈ ഐ ഇൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ നെറ്റ്വർക്കിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബീറ്റ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ബീറ്റ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കാണിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ബീറ്റ? ബീറ്റ ഈസ് ദി റിവേഴ്സ് ട്രാൻസ്മിഷൻ ഫാക്ടർ. ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ ഈസ് ദി റേഷ്യോ ഓഫ് ഫീഡ്ബാക്ക് സിഗ്നൽ ആൻഡ് ദി ഔട്ട്പുട്ട് സിഗ്നൽ. ഇറ്റ് ഈസ് യൂഷ്വലി എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് ബീറ്റ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്മിഷൻ ഫാക്ടർ എന്ന് പറയുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെയും ഔട്ട്പുട്ട് സിഗ്നലിൻ്റെയും റേഷ്യോ ആണ്. ബീറ്റ ഈസ് ഈക്വൽ ടു ഫീഡ്ബാക്ക് സിഗ്നൽ ഏതാണോ അതേ ബൈ ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഈ 4 ടൈപ്പിൻ്റെ അകത്ത് നോക്കിയേ. ഫസ്റ്റ് വൺ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് എടുത്ത് ഇൻപുട്ടിൽ സീരീസ് ആയിട്ട് കൊടുക്കും. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്? വോൾട്ടേജ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ ഈസ് ഈക്വൽ എന്താണ്? ബീറ്റ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ വി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വി എഫ് ഡിവൈഡഡ് ബൈ വി ഔട്ട് ആയിരിക്കും എന്ത്? ബീറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്താണെങ്കിൽ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്തുവാണ്? നമ്മുടെ ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടുമാണ്. ഇപ്പോൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? കറണ്ടാണ്. അപ്പോൾ ഐ എഫ് എന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് കറണ്ടാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ഐ എഫ് ബൈ വി ഔട്ട് ആയിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റ് 2 കാറ്റും. കാരണം കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു വി എഫ് ബൈ ഐ ഔട്ടും, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് ബീറ്റ ഈസ് ഈക്വൽ ടു ഐ എഫ് ബൈ ഐ ഔട്ടും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്താണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഫീഡ്ബാക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും ഡ്രോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. എന്ത് പറയണം? ഇപ്പോൾ ജസ്റ്റ് ആദ്യം ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക. ബ്ലോക്ക് ഡയഗ്രം പറഞ്ഞിട്ട് ഇതാണ് ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തെ ഓരോ ബ്ലോക്സും അതിൻ്റെ അകത്തെ ഓരോ ബ്ലോക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. വോൾട്ടേജ് സോഴ്സ് എന്താണ്? വോൾട്ടേജ് സോഴ്സ് ഏതൊക്കെ രീതിയിൽ വരാം? സിഗ്നൽ സോഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. വോൾട്ടേജ് സോഴ്സ് ആവാം, കറണ്ട് സോഴ്സ് ആവാം. വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും അതെങ്ങനെ ആയിരിക്കും? വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതൊരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വഴിയായിരിക്കും വരുന്നത്. കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് വഴിയായിരിക്കും നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നതെന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അടുത്ത ബ്ലോക്ക് വരുന്നത് വെച്ചാൽ ഒരു കമ്പാരേറ്റർ നെറ്റ്വർക്കാണ്. കമ്പാരേറ്റർ എന്ത് പരിപാടി ചെയ്യുന്നു? നമ്മുടെ ആംപ്ലിഫയർ എന്ത് പരിപാടി ചെയ്യുന്നു? ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ സാമ്പിളർ നെറ്റ്വർക്ക് വെക്കും. സാമ്പിളർ എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഏത് ടൈപ്പാന്ന് പറയുന്നു. ഫീഡ്ബാക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പറഞ്ഞിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറയുക. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ഉണ്ട്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ഉണ്ട്, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. അതിൻ്റെ എല്ലാം ഒരു പടം വരച്ചിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഇതാണ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്. അങ്ങനെ ചോദിക്കാറില്ല, നമ്മൾ അറിഞ്ഞിരുന്ന് വെക്കുക. നെക്സ്റ്റ് യൂഷ്വലി 2 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? ഇപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ യൂഷ്വലി എംപ്ലോയ് ചെയ്യുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ രീതിയിൽ മാത്രം 2 മാർക്കിന് വേണ്ടി മാത്രം ആൻസർ ചെയ്താൽ മതി. എന്തൊക്കെയാണ്? സ്റ്റെബിലിറ്റി ഓഫ് ദി ഗെയിൻ സ്റ്റെബിലിറ്റി ഉണ്ടാവും. പിന്നെ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻസ് കുറയ്ക്കും, നോയ്സസ് കുറയ്ക്കുന്നു. പിന്നെന്താണ്? ഇൻപുട്ട് ഇംപിഡൻസ് കൂട്ടുന്നു, ഔട്ട്പുട്ട് ഇംപിഡൻസ് കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. 4 മാർക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ്സിനൊന്ന് ഇലാബറേറ്റ് ചെയ്യുക. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന കാരണമായിട്ട് എന്തൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് കിട്ടുമെന്നുള്ള ആ പോയിന്റ്സിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. Advantages of negative feedback: gain stability, reduced nonlinear distortion, reduced noise, increased bandwidth, increased input impedance, decreased output impedance. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. അടുത്തത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ്, ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കുക. അത് ജസ്റ്റ് അതിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് വരച്ച് ഒന്ന് അതിന് കാരണമായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന കാരണമായിട്ട് നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസിലൊക്കെ എന്താ വ്യത്യാസം വരുന്നു എന്നുള്ള ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താ പറയുന്നത്? എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഇൻപുട്ട്
ഇംപിഡൻസ്. എന്താണ് ഇൻപുട്ട് ഇംപിഡൻസിൽ അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഓൾവേസ് ഡിസൈറബിൾ ഇൻ ആൻ ആംപ്ലിഫയർ ആസ് ഇറ്റ് വിൽ നോട്ട് ലോ ദി പ്രിസീഡിങ് സ്റ്റേജ് ഓർ ദി ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല. ഒരു പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ആംപ്ലിഫയർ ആണെങ്കിൽ അതിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസും ലോ ഔട്ട്പുട്ട് ഇംപിഡൻസും ആയിരിക്കും വേണ്ടത് അല്ലേ. അപ്പോൾ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് കൊണ്ടുള്ള ഗുണം എന്താണ് പറഞ്ഞേക്കുന്നത്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാസ്കേഡിങ് അല്ലെങ്കിൽ നമ്മൾ കാസ്കേഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അടുത്ത സ്റ്റേജിന് ലോഡ് കുറയ്ക്കാൻ വേണ്ടി നമുക്കിത് സഹായിക്കും അല്ലേ. ദാറ്റ് ഈസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഓൾവേസ് ഡിസൈറബിൾ ഇൻ ആൻ ആംപ്ലിഫയർ സോ ആസ് ഇറ്റ് വിൽ നോട്ട് ലോഡ് ദി പ്രൊസീഡിങ് സ്റ്റേജസ് ഓർ ദി ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് അല്ലേ. അപ്പോൾ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് വേണം. അപ്പോൾ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന കാരണം നമുക്ക് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം എന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമുക്ക് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലതുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. അതെ, എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അല്ലേ. ഇപ്പോൾ ഒരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം എന്ത് അതിൻ്റെ ഇൻപുഡൻസിൽ അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ആദ്യം തന്നെ ഒരു പടം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇക്വലന്റ് നെറ്റ്വർക്ക് വിത്ത് ഫീഡ്ബാക്ക് വരയ്ക്കുക. ഇക്വലന്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് ഇസഡ് ഇൻ കാണിക്കുന്നു, ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എന്താണ് ഗെയിൻ ഇൻറ്റു വി ഇൻ കാണിക്കും, ഇസഡ് ഔട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ നമ്മൾ ഇക്വലന്റ് നെറ്റ്വർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്തോ പറഞ്ഞേക്കുന്നത്, ദ ഇൻപുട്ട് ഇംപിഡൻസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ആസ് ഇസഡ് ഇൻ എന്നാണ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ഇസഡ് ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട് ആണ് അല്ലേ. ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഐ ഇൻ ആണ് നമുക്കറിയാം അല്ലേ. ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഐ ഇൻ. ഇസഡ് ഇൻപുട്ട് ടു ദി ആംപ്ലിഫയർ, ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇസഡ് ഇൻ. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു, വി ഇൻ വോൾട്ടേജ് ഇൻപുട്ട് ടു ദി ആംപ്ലിഫയർ ഡിവൈഡഡ് ബൈ ഐ ഇൻ കറണ്ട് ഇൻപുട്ട് ടു ദി ആംപ്ലിഫയർ ആണ്. നമുക്കത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഇസഡ് ഇൻ എന്ന് പറയുന്നു. വി ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആംപ്ലിഫയർ നെറ്റ്വർക്കിന് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഈ ആംപ്ലിഫയർ നെറ്റ്വർക്കിന് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് വി ഇൻ. വി ഇൻ അപ്പോൾ എന്തായിരിക്കും, ഈ വി എസും നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഔട്ട്പുട്ട് കാരണമായിട്ട് ഇൻപുട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വി എസും ഫീഡ്ബാക്ക് വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ വി ഇൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഇസഡ് ഇൻ എൻ എന്നുള്ളതിനെ വി എസ് മൈനസ് സോഴ്സ് വോൾട്ടേജ് മൈനസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇസഡ് ഇൻ എന്ന് എഴുതാം അല്ലേ. വി എഫ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇതെന്താണ്, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. അപ്പോൾ ബീറ്റ വി ഔട്ട് ആണ്. വി എഫ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ്, ഐ ഇൻ ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് ബീറ്റ വി ഔട്ട് ബൈ ഇസഡ് ഇൻ എന്ന് കിട്ടുന്നു. വി ഔട്ട് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വെച്ചാണെങ്കിൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻ ആണെന്ന് പറഞ്ഞാൽ അല്ലേ. ആംപ്ലിഫയറിൻ്റെ ഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പം വി ഔട്ടിന് പകരം അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, ഐ ഇൻ ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് ബീറ്റ എ വി ഇൻ ബൈ ഇസഡ് ഇൻ എന്ന് കിട്ടും. അതിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു ബി എസ് മൈനസ് ബീറ്റ എ വി ഇൻ എന്ന് കിട്ടും അല്ലേ. സംഭവം റീഅറേഞ്ച് ചെയ്യുക, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്, വി എസ് ഈസ് ഈക്വൽ ടു ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ പ്ലസ് ബീറ്റ എ വി ഇൻ എന്ന് കിട്ടും. വി ഇൻ ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ ആണ്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് വി ഇന് പകരം ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ പ്ലസ് ബീറ്റ എ ഐ ഇൻ ഇസഡ് ഇൻ എന്ന് കിട്ടുന്നു അല്ലേ. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ നമുക്ക് കോമൺ എടുക്കാമല്ലോ. ഐ ഇൻ ഇൻറ്റു ഇസഡ് ഇൻ കോമൺ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു ഐ ഇൻ ഇൻറ്റു ഇസഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു ഐ ഇൻ ഇൻറ്റു ഇസഡ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഐ ഇൻ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ദാറ്റ് ഈസ് വി എസ് ബൈ ഐ ഇൻ ഈസ് ഈക്വൽ ടു എന്താണ്, ഇസഡ് ഇൻ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും. വി എസ് ബൈ ഐ ഇൻ, വി എസ് ബൈ ഐ ഇൻ വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഐ ഇൻ ടു ദി ആംപ്ലിഫയർ. വി എസ് ബൈ ഐ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ആണ് അല്ലേ. വി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് അല്ല. അപ്പോൾ വി എസ് ബൈ ഐ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ്, അതിനെ നമ്മൾ ഇസഡ് ഇൻ
എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വി എസ് ബൈ ഐ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻ എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തോ കിട്ടും, ഇസഡ് ഇൻ എഫ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ ഇൻറ്റു 1 + എ ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ ആ ടോട്ടൽ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിൻ്റെ, അതായത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കൂടെ ചേർത്തുള്ള സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി നോർമൽ നെറ്റ്വർക്ക്, അത് ഫീഡ്ബാക്ക് ഇല്ലാത്ത നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻറ്റു 1 + എ ബീറ്റ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കത് മനസ്സിലായി എന്താണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊടുത്തത് കാരണമായിട്ട് 1 + എ ബീറ്റ ടൈംസ് നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടിയിട്ടുണ്ട് അല്ലേ, ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തത് കാരണമായിട്ട് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തത് കാരണമായിട്ട് നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി. അതാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. അപ്പോൾ അതാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിലെ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ അവിടുത്തെ ഇൻപുട്ട് ഇമ്പിഡൻസിന് എന്ത് സംഭവിക്കുന്നു? സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കാണിക്കുന്നു, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പറയുക ഇവിടെ എന്താണ് സോഴ്സ് കറണ്ട് ഐ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സ് കറണ്ട് ഐ എസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഐ എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻ പ്ലസ് ഐ എഫ് ആണ് അല്ലേ. ഐ എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻ പ്ലസ് ഐ എഫ്. അപ്പോൾ നമുക്ക് ഇസഡ് ഇൻ എഫ്, അതായത് സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം, വി ഇൻ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണല്ലേ. അപ്പോൾ വോൾട്ടേജ് സെയിം ആണ്, വി ഇനും വി എസും സെയിം ആയിരിക്കും. ദറ്റ് ഈസ് വി ഇൻ ഡിവൈഡഡ് ബൈ ഐ എസ്. ഐ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഐ ഇൻ പ്ലസ് ഐ എഫ് ആണ്, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഐ ഇൻ പ്ലസ് ഐ എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തോ കിട്ടും, വി ഇൻ ബൈ ഐ ഇൻ പ്ലസ് ഐ എഫിന് പകരം നമുക്കറിയാം ഐ എഫ് ഈസ് ഈക്വൽ ടു ബീറ്റ വി ഔട്ട് ആണ്, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഐ ഇൻ പ്ലസ് ബീറ്റ വി ഔട്ട് എന്ന് കിട്ടും അല്ലേ. ഇല്ലാത്തിനെ നമ്മൾ വി ഇൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ വി ഇൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ദറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഐ എൻ ഡിവൈഡഡ് ബൈ ഐ ഇൻ ബൈ ഐ ഇൻ പ്ലസ് ബീറ്റ വി ഔട്ട് ബൈ ഐ എന്ന് കിട്ടി. ദറ്റ് ഈസ് വി ഇൻ ബൈ ഐ എൻ ഈസ് ഈക്വൽ നമുക്കറിയാം വി ഇൻ ബൈ ഐ എൻ, അതായത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് കറന്റ്. അത് ഈസ് ഈക്വൽ ടു എന്താണ്, ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇസഡ് ഇൻ ആണ്, ഇസഡ് ഇൻ ഡിവൈഡഡ് ബൈ ഐ ഇൻ ബൈ ഐ ഇൻ 1 പ്ലസ് ബീറ്റ വി ഔട്ട് ബൈ ഐ ഇൻ, ബീറ്റ വി ഔട്ട് ബൈ ഐ ഇൻ എന്ന് വെച്ചാൽ എന്താണ്, വി ഔട്ട് ബൈ ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബീറ്റ എന്ന് കിട്ടും നമുക്ക്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, ഇസഡ് ഇൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ഇസഡ് ഇൻ എഫ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടി. അപ്പം ഇൻപുട്ട് ഇമ്പിഡൻസിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയുകയാണ് ചെയ്തത് അല്ലേ. നേരത്തെ ഇസഡ് ഇൻ ഉണ്ടായിരുന്നെങ്കിൽ ഇസഡ് ഇൻ ബൈ 1 പ്ലസ് എ ബീറ്റ ആയിട്ട് നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറഞ്ഞു. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിൽ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയാൻ സാധ്യതയുണ്ടെന്നറിയാം. അതേപോലെ തന്നെ അടുത്തത് എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിൻ്റെ പടം നോക്കിയേ, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിൻ്റെ പടം നോക്കിയാൽ നമുക്ക് ഐ എസ് ഈസ് ഈക്വൽ നമുക്ക് എന്താണ്, ഐ എസ് ഈസ് ഈക്വൽ ടു ഐ ഇൻ പ്ലസ് ഐ എഫ് ആണ്. ഐ എഫ് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, ബീറ്റ ഇൻറ്റു ഐ ഔട്ട് ആണ്. അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ഐ ഇൻ പ്ലസ് ബീറ്റ ഐ ഔട്ട് എന്ന് കിട്ടും അല്ലേ. ഐ ഔട്ട് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, ആംപ്ലിഫയർ ഗെയിൻ ഇൻറ്റു ഐ ഇൻ ആണ്. ദാറ്റ് ഈസ് എ ഐ ഇൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻ പ്ലസ് ബീറ്റ എ ഐ ഇൻ എന്ന് കിട്ടും അല്ല. അതിൻ്റെ അകത്ത് നമ്മൾ ഐ ഇൻ കോമൺ എടുക്കാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും. നെക്സ്റ്റ് പഴയ പോലെ തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇസഡ് ഇൻ എഫ് ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ഐ എസ് ആണ്. വി ഇൻ ബൈ ഐ എസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ ഇൻ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് നമുക്ക് വി ഇൻ ബൈ ഐ എൻ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടുന്നത്. ഇസഡ് ഇൻ എഫ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ ബൈ 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ ഇവിടെയും എന്താണ് പറ്റുന്നത്, നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് സിസ്റ്റത്തിലും ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് പഴയ ഇമ്പിഡൻസിനെക്കാട്ടിൽ 1 പ്ലസ് എ ബീറ്റ
1/1 + A β ടൈംസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ മാത്രം നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുന്നു, മറ്റ് രണ്ടിലും ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓൺ ഡിഫറെൻറ്റ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു, അതും ഈ പല ടൈപ്പിലുള്ളതിൻ്റെ അകത്ത്, അതായത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിലും വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിലും കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലൊക്കെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസിൽ എന്ത് വ്യത്യാസം വരുന്നു, അതാണ് നമുക്ക് നോക്കേണ്ടത്. ദറ്റ് ഈസ് എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഫസ്റ്റ് വൺ, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കാരണം എന്ത് സംഭവിക്കുന്നു? പടം നോക്കിയേ, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൻ്റെ പടം. അതിൻ്റെ അകത്ത് നമ്മൾ ഔട്ട്പുട്ട് ഫീഡ്ബാക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്ന കാരണമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇസഡ് ഔട്ട് എഫ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇസഡ് ഔട്ട് എഫ് ഈസ് ഈക്വൽ ടു എന്തോ പറയാം, ഇസഡ് ഔട്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വിത്ത് ഫീഡ്ബാക്ക്. ഇസഡ് ഔട്ട് എഫ് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ ഐ ഔട്ട് ആണല്ലോ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഇസഡ് ഔട്ട് എഫ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ വി ഔട്ടും ഐ ഔട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇസഡ് ഔട്ട് എഫ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വി ഔട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? വി ഔട്ട് ഈസ് ഈക്വൽ ടു, നോക്കിയാൽ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എ ഇൻറ്റു വി, അതായത് ആ വോൾട്ടേജ് സോഴ്സിൻ്റെയും ഇസഡ് ഔട്ടിൻ്റെയും എക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും സീരീസ് അറേഞ്ച്മെൻറ്റ് എക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് വി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ എങ്ങനെ എഴുതാം? വി ഔട്ട് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻ പ്ലസ് ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം വി ഇൻ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് വി എഫ് ആണ് നമുക്കറിയാം. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്തോ കിട്ടും? ദറ്റ് ഈസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട് മൈനസ് എ വി എഫ് എന്ന് കിട്ടും അല്ലേ. ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട് മൈനസ് എ വി എഫ്. വി എഫ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ്. വി എഫ് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താ? ബീറ്റ ടൈംസ് വി ഔട്ട് ആണ്. അപ്പോൾ അതും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട് മൈനസ് എ ബീറ്റ ഇൻറ്റു വി ഔട്ട് എന്ന് കിട്ടും അല്ലേ. ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട് മൈനസ് എ ബീറ്റ ഇൻറ്റു വി ഔട്ട്. അപ്പോൾ വി ഔട്ട് എല്ലാം നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും? വി ഔട്ട് പ്ലസ് എ ബീറ്റ ഇൻറ്റു വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട് എന്ന് കിട്ടി. വി ഔട്ട് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. വി ഔട്ട് ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഈസ് ഈക്വൽ ടു ഐ ഔട്ട് ഇൻറ്റു ഇസഡ് ഔട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഔട്ട് ബൈ ഐ ഔട്ട് ഈസ് ഈക്വൽ ടു ഇസഡ് ഔട്ട് ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടി. ഈ വി ഔട്ട് ബൈ ഐ ഔട്ട് ആണ് എന്ത് സാധനം? നമ്മുടെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് അല്ലേ. അപ്പോൾ ഇസഡ് ഔട്ട് എഫ് ആണ് എന്ത്? വി ഔട്ട് ബൈ ഐ ഔട്ട്. ദറ്റ് ഈസ് അപ്പോൾ ഇസഡ് ഔട്ട് എഫ് ഈസ് ഈക്വൽ ടു ഇസഡ് ഔട്ട് ബൈ 1 പ്ലസ് എ ബീറ്റ അല്ലേ. ദറ്റ് ഈസ് ഇസഡ് ഔട്ട് വിത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു ഇസഡ് ഔട്ട് വിത്ത് നോർമൽ നെറ്റ്വർക്ക് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്താൽ നമ്മുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുന്നുണ്ട്. ഇത് തന്നെ ഈ അഡ്വാൻറ്റേജ് തന്നെ മറ്റേടത്തും കിട്ടി. നമുക്ക് എന്താ? വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുകയും ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുകയും ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് എന്തുകൊണ്ടും നല്ലതാണ്. നെക്സ്റ്റ് അപ്പം കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? പടം നോക്കേ. പടത്തിൻ്റെ അകത്ത് എന്തോ പറഞ്ഞേക്കുന്നത്? കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിൻ്റെ പടം നോക്കിയേ. കറണ്ട് സോഴ്സ്, ഇൻപുട്ടിൽ കറണ്ട് സോഴ്സ് ഐ എസ് ഉണ്ട്, ഇൻപുട്ട് കറണ്ട് ഐ എൻ ഉണ്ട്, ഔട്ട്പുട്ട് കറണ്ട് ഐ ഔട്ട്. അത് തന്നെയാണ് നമ്മുടെ ഐ എഫ് എന്ന് പറയുന്നത്. ആ ഫീഡ്ബാക്ക് നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് ഇൻപുട്ടിൽ നമ്മൾ പാരലായിട്ട് കൊടുത്തേക്കുന്നു അല്ലേ. The output impedance with current shunt feedback can be determined by disconnecting the load resistance RL and applying a signal voltage V to the output terminal with current IS removed.
Now the output current I is measured and the ratio of V by I give the output impedance. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിനെ RLനെ മാറ്റും. എന്നിട്ട് നമ്മൾ അതിന് പകരം അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, അപ്പോൾ ഈ കാണിച്ചേക്കുന്ന അറേഞ്ച്മെൻ്റ് അകത്ത് നമ്മൾ RL ഡിസ്കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു വോൾട്ടേജ് സോഴ്സിനെ കണക്ട് ചെയ്യും. V എന്ന് പറഞ്ഞ വോൾട്ടേജ് കണക്ട് ചെയ്യും. എന്നിട്ട് ആ വോൾട്ടേജ് കാരണം അവിടെ ഉണ്ടാകുന്ന കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ടിനെ കണ്ടുപിടിക്കും അല്ലേ. എന്നിട്ട് ആ V/I ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സോഴ്സ് കറണ്ട് IS എന്തുമായിരിക്കും? 0 ആയിരിക്കും. അത് അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അല്ലേ. അതായത് ആംപ്ലിഫയർ ഇൻപുട്ടിൽ നിന്ന് എടുത്ത് അപ്പുറത്തോട്ടൊന്നും കൊടുക്കുന്നില്ല, കാരണം അവിടെ ലോഡ് റെസിസ്റ്റൻസ് ഇല്ല. അതിന് പകരം നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം IS 0 ആണ് അല്ലേ. അപ്പോൾ IS is equal to 0 ആൻഡ് IN എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? അപ്പം -IF ആയിരിക്കും. ഇൻപുട്ട് കറണ്ട് IN എന്ന് പറയുന്നത് -IF. കാരണം എന്താ, നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു വോൾട്ടേജ് സോഴ്സ് V എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് വെച്ച് അകത്തോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ IN is equal to -IF ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -β ഇൻറ്റു I ഔട്ട് ആണ്. ഈ I ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് വോൾട്ടേജ് സോഴ്സ് വെച്ച് ഇങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടാണ്. അപ്പോൾ I ഔട്ട് എന്ന് പറയുന്നതാണ് I തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -βI എന്ന് കിട്ടും. അപ്പോൾ IS ഈസ് ഈക്വൽ ടു -βI എന്ന് നമുക്ക് പറയാം അല്ലേ. ദെർഫോർ I ഈസ് ഈക്വൽ ടു നമുക്ക് ഔട്ട്പുട്ട് കറണ്ടിലെ I എന്ന് പറയാം, ദാറ്റ് ഈസ് V/Z ഔട്ട് -AIF എന്ന് പറയാമല്ലോ. സിൻസ് ദ കറണ്ട് ഇൻ ദ ഔട്ട്പുട്ട് സർക്യൂട്ട് ഈസ് ഡ്യൂ ടു ഫീഡ്ബാക്ക് opposes since the current in the output circuit due to feedback opposes the current I due to the applied voltage V, therefore I is equal to നമുക്ക് എന്താ പറയാം, I is equal to V/Z out -AIF എന്ന് പറയാം അല്ലേ. ഈ IF എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, βI ആണെന്ന് പറഞ്ഞു. IF is equal to βI. അപ്പോൾ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? I is equal to V/Z out -A ഇൻറ്റു IFന് പകരം βI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് ഐയുടെ എല്ലാം കൂടെ നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് I പ്ലസ് AβI ഈസ് ഈക്വൽ ടു V/Z ഔട്ട് എന്ന് കിട്ടുന്നു. I കോമൺ എടുക്കും. I ഇൻറ്റു 1 പ്ലസ് Aβ ഈസ് ഈക്വൽ ടു V/Z ഔട്ട് എന്ന് കിട്ടി. ഈ V/Z ഔട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? I ഇൻറ്റു 1 പ്ലസ് Aβ എന്ന് കിട്ടി. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? V/I ഈസ് ഈക്വൽ ടു Z ഔട്ട് ഇൻറ്റു 1 പ്ലസ് Aβ എന്ന് കിട്ടുമല്ലോ. V/I എന്താണ് V/I എന്ന് വെച്ചാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ നമ്മൾ RLനെ റിമൂവ് ചെയ്തിട്ട് അവിടെ കൊടുത്ത വോൾട്ടേജ് ആണ് V. അത് കാരണമായിട്ട് ആ സർക്യൂട്ട് വന്ന കറണ്ടാണ് I. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജും കറണ്ടും ആണ് ഈ Vയും I എന്ന് പറയുന്നത്. V/I ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് സൈഡിലായതുകൊണ്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ദാറ്റ് ഈസ് Z ഔട്ട് F എന്ന് കിട്ടും. ദാറ്റ് ഈസ് Z ഔട്ട് F ഈസ് ഈക്വൽ നമുക്ക് എന്തോ കിട്ടി? Z ഔട്ട് ഇൻറ്റു 1 പ്ലസ് Aβ എന്ന് കിട്ടി അല്ലേ. അപ്പം കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തോ ചെയ്യുന്നു? 1 പ്ലസ് Aβ ടൈംസ് കൂടുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് Z ഔട്ട് വിത്ത് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു Z ഔട്ട് ഇൻറ്റു 1 പ്ലസ് Aβ. ഫീഡ്ബാക്ക് ഇല്ലാത്ത ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇൻറ്റു 1 പ്ലസ് Aβ ടൈംസ് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് സീരീസ് ഫീഡ്ബാക്കിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ്. ഇക്വലന്റ് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് നോക്കിയേ. വോൾട്ടേജ് സോഴ്സ് VS എന്ന് പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അവിടുത്തെ ഇൻപുട്ട് കറണ്ട് IN ആണ്. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് VIN, അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ZIN. ഔട്ട്പുട്ട് കറണ്ട് I ഔട്ട് ഈസ് ഈക്വൽ A ഇൻറ്റു VIN ആണ്. പിന്നെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് Z ഔട്ട്, സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് Z ഔട്ട് F ആണ്. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് Z ഔട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് V ഔട്ട്, ലോഡ് റെസിസ്റ്റൻസ് RL, നമ്മുടെ ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് β ഈസ് ഈക്വൽ ടു VF/I ഔട്ട്. ഓക്കെ, ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് I ഈസ് ഈക്വൽ ടു എങ്ങനെ അറിയാം? I ഈസ് ഈക്വൽ ടു V/Z ഔട്ട് മൈനസ് A ഇൻറ്റു VIN. പഴയതുപോലെ തന്നെ അതെങ്ങനെ വന്നു നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്താണ്? ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇൻ ദി കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യും? വി ഡിസ്കണക്ട് ദി
ലോഡ് റെസിസ്റ്റൻസ് RL ആൻഡ് അപ്ലൈ എ വോൾട്ടേജ് അല്ലെങ്കിൽ ആൻഡ് അപ്ലൈ എ സിഗ്നൽ വിത്ത് വോൾട്ടേജ് V. ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫ്ലോ എ കറണ്ട് I ത്രൂ ദി ഔട്ട്പുട്ട് സർക്യൂട്ട്. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് VS ഷോർട്ട് ചെയ്യും. കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിൽ നമുക്ക് അവിടെ IS എന്ന് പറഞ്ഞ കറണ്ട് ആയിരുന്നു, അതിനെ നമ്മൾ 0 ആക്കുക. അതായത് IS = 0, നമുക്ക് ഇൻപുട്ട് കറണ്ട് 0 ആക്കുമായിരുന്നു ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആ IS 0 ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? VSനെ നമ്മൾ ഷോർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഔട്ട്പുട്ട് ഇംപെഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്പുട്ട് സൈഡിലെ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സിഗ്നൽ വോൾട്ടേജ് കൊടുക്കുന്നു, V എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കുന്നു. അത് കാരണമായിട്ട് അവിടെ I എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടാകുന്നു. പിന്നെ ഇൻപുട്ട് സൈഡിലെ VSനെ നമ്മൾ ഷോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. Therefore I = നമുക്ക് പഴയതുപോലെ I = എന്ത് കിട്ടും? V/Z0 - A × Vin എന്ന് കിട്ടും അല്ലേ? Vin = നമുക്കറിയാം എന്താണ്? Vin = Vf ആണ്. Therefore നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറും? V/Z0 - A × Vf എന്ന് കിട്ടും. Vf = നമുക്കറിയാം ബീറ്റ I out ആണ്. Vf = ബീറ്റ I out. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore I = V/Z0 - A ബീറ്റ I out എന്ന് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? Z out × 1 + A ബീറ്റ × I = V എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ ഐനെ നമ്മൾ അപ്പുറത്തെ സൈഡിനെ കൊണ്ട്, ദറ്റ് ഈസ് V/I = Z out × 1 + A ബീറ്റ. V/I എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട് വിത്ത് ദി ഫീഡ്ബാക്ക് അറേഞ്ച്മെന്റ്. ദറ്റ് ഈസ് V/I എന്ന് വെച്ചാൽ അപ്പോൾ Z out F ആണ്. Z out F = എന്തുകൊണ്ട്? Z out × 1 + A ബീറ്റ. പഴയതുപോലെ തന്നെ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിലെ പോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. സെയിം തന്നെ അല്ലേ? Z out F = Z out × 1 + A ബീറ്റ എന്ന് കിട്ടി. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇമ്പാക്റ്റ് നോക്കിയേ, ഇൻപുട്ട് ഇംപെഡൻസിലും ഔട്ട്പുട്ട് ഇംപെഡൻസിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റാണ് നമ്മൾ പഠിച്ചത്. ഇൻപുട്ട് ഇംപെഡൻസിൽ എന്താണ്? വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് കൂടുന്നു. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിലോ ഇൻപുട്ട് ഇംപെഡൻസ് കുറയുന്നു. കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിലും ഇൻപുട്ട് ഇംപെഡൻസ് കുറയുന്നു. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപെഡൻസിൻ്റെ കേസിലോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയുന്നു. മറ്റ് രണ്ടിലും കറണ്ട് ഷണ്ട് ഫീഡ്ബാക്കിലും കറണ്ട് സീരീസ് ഫീഡ്ബാക്കിലും ഔട്ട്പുട്ട് ഇംപെഡൻസ് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഡിറൈവ് അല്ലെങ്കിൽ ഷോ ദാറ്റ് ദി ഔട്ട്പുട്ട് ഇംപെഡൻസ് അല്ലെങ്കിൽ ഷോ ദി എഫക്ട് ഓഫ് ഔട്ട്പുട്ട് ഇംപെഡൻസ് എഫക്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ദി ഔട്ട്പുട്ട് ഇംപെഡൻസ് ഓഫ് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഷോ ദി എഫക്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഡിഫറൻറ്റ് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് എസ്സേ ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചിരുന്നേക്കാം. ഓക്കെ, ഇക്വേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കുക. എന്ത് സംഭവിക്കുന്നു അറിഞ്ഞിരിക്കുക. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണമായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് വരുന്നത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ മാത്രമാണ്. എന്താണ്? ഇൻപുട്ട് ഇംപെഡൻസ് കൂടുന്നു, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയുന്നു. അതാണ് നമുക്ക് ഒരു നല്ല ആംപ്ലിഫയറിന് ആവശ്യമുള്ളത്. ഇൻപുട്ട് ഇംപെഡൻസ് കൂടണം, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയണം. നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം അഡ്വാൻറ്റേജ് വരുന്നത് ഈ രണ്ടിൽ സന്നദ്ധത്തിലാണ്. മറ്റ് രണ്ടിലും വോൾട്ടേജ് ഷണ്ടിലും വോൾട്ടേജ് സീരീസിലും അല്ലെങ്കിൽ കറണ്ട് ഷണ്ടിലും എന്ത് സംഭവിക്കുന്നു? ഇൻപുട്ട് ഇംപെഡൻസ് കുറയുന്നു. അതേപോലെ കറണ്ട് ഷണ്ടിലും കറണ്ട് സീരീസിലും ഔട്ട്പുട്ട് ഇംപെഡൻസും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ.